വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലേ? കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മുടെ ചാർട്ട് കാണുമ്പോൾ അറിയാമല്ലോ. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ്? താഴെ ടൈം, ഇവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ, ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറിയാമല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് പഠിച്ചതാണ്. ഇന്ന് അങ്ങനെ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, ഇതിലുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആയിരിക്കും കെമിക്കൽ ഇക്വിലിബ്രിയം. വാട്ട് ഈസ് മീൻ ബൈ കെമിക്കൽ ഇക്വിലിബ്രിയം? ഓർക്കുന്നുണ്ടോ കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന്? അതായത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ സ്റ്റേറ്റ്. ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഒരേ സ്റ്റേജിൽ എത്തിച്ചേരുന്നു. അതാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അതറിയാമല്ലോ. പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? ക്ലോസ്ഡ് സിസ്റ്റം അല്ലേ? എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? Closed system is one in which nothing new is added to the system or nothing is removed from the system. Equilibrium is possible only in a closed system. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് അതിലേക്കൊന്നും ആഡ് ചെയ്യാനും പറ്റത്തില്ല, അതിലുള്ളതൊന്നും റിമൂവ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് ക്ലോസ്ഡ് സിസ്റ്റം. അതായത് ഇക്വിലിബ്രിയം നമുക്ക് പറയാം, അതുകൊണ്ടൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് പറയാം. ഇതെല്ലാം നമ്മൾ കണ്ട് പഠിച്ചതാണ്. അതിൽ ഒന്നുകൂടെ വെറുതെ ഒന്ന് റഫായിട്ട് പറഞ്ഞു പോകാം. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം നല്ല ഗ്രാഫൊക്കെ നമുക്ക് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ എന്തായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ്. അതെല്ലാം അറിയാവുന്നല്ലേ? എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്? അറ്റ് equilibrium both the reactants and the products coexist. The rates of forward and backward reaction became equal at equilibrium. Chemical equilibrium is dynamic at the molecular level. Chemical equilibrium is attained in closed systems. ഇതെല്ലാം നമുക്കറിയാവുന്നല്ലേ? ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഈ ഗ്രാഫ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, as the reaction proceeds, what happens to the rate of forward and backward reaction? എന്താണ്? As the reaction proceeds, the rate of forward reaction decreases, forward reaction decreases and the backward reaction increases. അതായത് forward reaction decrease ചെയ്യണം, backward reaction increase ചെയ്ത് വേഗം അതൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? At which point the rate of forward and backward reaction became equal? ഏത് പോയിന്റിലാണ് ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഒരേ സ്റ്റേജിൽ എത്തിച്ചേരുന്നത്? ഏതായിരുന്നു? അറ്റ് ദ പോയിന്റ് എ. എന്തായിരുന്നു കണ്ടോ? പോയിന്റ് എ കണ്ടോ? ഈ പോയിന്റിലാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതായത് ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഒരേ സ്റ്റേജിൽ എത്തിച്ചേർന്ന് എയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഈ പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള എന്താണ്? ലീ ചാറ്റ്ലേറ്റ്സ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ? അറിയാമല്ലോ. ലീ ചാറ്റ്ലേറ്റ്സ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? When the concentration, pressure or temperature of a system at equilibrium is changed, the system will readjust itself so as to nullify the effect of that change to attain the new state of chemical equilibrium. ഇതൊക്കെ വിശദീകരിച്ച് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് എന്താണ് പറയുന്നത്? അതിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റാൻ പറ്റത്തില്ല, പ്രഷർ മാറ്റാൻ പറ്റത്തില്ല, ടെമ്പറേച്ചർ മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സിസ്റ്റം റീഅഡ്ജസ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ കൊടുത്ത് എന്താണോ അതിനെ ഇല്ലാതാക്കി അതേത് അവസ്ഥയിലായിരുന്നോ അതേ സെയിം സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. അതാണ് ലീ ചാറ്റ്ലേറ്റ്സ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മോട് പറഞ്ഞേക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉള്ളതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, why chemical equilibrium is said to be dynamic equilibrium? അതായത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്തുകൊണ്ടാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നുള്ള റീസൺ എന്താണെന്ന് നോക്കാം. A system reaches equilibrium not because of the reaction stops. അതായത് സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും ഒരിക്കലും അതിൻ്റെ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, നിർത്തുന്നില്ല, നോട്ട് സ്റ്റോപ്പ്. ബട്ട് because the rates of forward and backward reaction became equal. നമ്മൾ നോക്കുമ്പോൾ ഒരേ സ്റ്റേജിലൂടെ ഇങ്ങനെ പോകുന്ന നമുക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം റേറ്റിൽ, അതായത് സെയിം സ്പീഡിലാണ് പോകുന്നത്. Even at equilibrium,
the reactant molecules react to form product molecules. അതായത് equilibrium സ്റ്റേജിലായി കഴിയുമ്പോൾ അതായത് റിയാക്റ്റന്റ് molecules react to form products. മോളിക്യൂൾസ് എന്ത് പറ്റുന്നു, റിയാക്റ്റന്റ് തമ്മിൽ റിയാക്ഷൻ നടന്നതിന് ശേഷം അത് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു, പ്രോഡക്റ്റ് മോളിക്യൂൾ ആവുന്നു. പ്രോഡക്റ്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം റിയാക്റ്റന്റ് മോളിക്യൂൾസ്. ഹെൻസ് the chemical equilibrium is said to be dynamic equilibrium. ഇവിടെ വേർഡുണ്ട് equilibrium at the molecular level. ഇവിടെ സ്ഥലമില്ല, ഞാൻ equilibrium എഴുതിയില്ല, ഇവിടെ equilibrium ഉണ്ട് കേട്ടോ. ഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റ് ദ മോളിക്കുലർ ലെവൽ. അതായത് നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഇതൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനങ്ങുന്നില്ല, അങ്ങനെ അങ്ങ് പോവാണെന്ന്. അങ്ങനെ പോവല്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം പഠിച്ച പാർട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നന്നായിട്ട്. ഇനി നമ്മളോട് വേറൊരു ചോദ്യം ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. Ammonia is industrially prepared by Haber process. Its chemical equations given below. അതായത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? N2 + 3H2 gives 2NH3. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം. If the concentration of N2 is increased, which reaction will speed up? അതായത് ഇവിടെ നമ്മൾ നൈട്രജന്റെ അളവ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുന്ന റിയാക്ഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതെന്തായിരുന്നു, ഈ ഭാഗം റിയാക്ടന്റ്, ഈ ഭാഗം എന്താണ്, പ്രോഡക്റ്റ്. അപ്പൊ നൈട്രജൻ എവിടെയാണ്? റിയാക്ടന്റിന്റെ ഭാഗത്താണ് അല്ലേ. അപ്പൊ നമുക്ക് റിയാക്ടന്റ് N2 നമ്മൾ അളവ് കൂട്ടിക്കൊടുക്കുക. ഇത് ഇക്വിലിബ്രിയം സ്റ്റേജിൽ പോവുകയാണ്. അപ്പൊ നമ്മൾ അളവ് കൂട്ടിക്കൊടുത്താൽ അവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ. അതായത് പെട്ടെന്ന് റിയാക്ടന്റിന്റെ വേഗം അത് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. റിയാക്ടന്റിന്റെ അളവാണ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, രണ്ടും കൂടി ഇങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ആണ് കൂട്ടിക്കൊടുത്ത് ഇതിന്റെ അളവ് കൂടത്തില്ലേ, അത് കൂട്ടാൻ സമ്മതിക്കത്തില്ല. അത് വേഗം എന്താക്കുന്നു, പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്ത് പഴയതുപോലെ തന്നെ ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത്, if the concentration of ammonia is increased, what will happen? അതായത് അമോണിയ എവിടെ എന്താണ്, പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പം പ്രോഡക്റ്റിന്റെ അളവ് നമ്മൾ കൂട്ടിക്കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്, ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡായിട്ട് വേഗം നടക്കും. പിന്നെ നമ്മളോട് ചോദിച്ചേക്കുവാണ്, if ammonia is continuously removed from the system, what will affect? ഇവിടെ നമ്മുടെ അമോണിയ ഫോം ചെയ്ത് വരുന്ന അമോണിയ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങ് റിമൂവ് ചെയ്തെടുക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നത്? വീണ്ടും ഫോർവേഡ് റിയാക്ഷൻ നടന്ന അവിടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആക്കി വെക്കുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യനുകളൊക്കെ മനസ്സിലായല്ലേ? നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം ലീ ചാർലേറ്റ്സ് പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഇതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ഇതാണ്, N2 + 3H2 gives 2NH3. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്തായിരുന്നു? What is the number of moles of reactant? ഇവിടെ റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന്. എത്രയാണ്? 1 + 3 എത്രയാണ്? 3 കേസ് എത്രയാണ്? അപ്പോൾ നമുക്ക് 4 മോൾസ്. ഒരു അമോണിയ, ഒരു നൈട്രജനും എത്ര അമോണിയ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അങ്ങനെ 3 1 4. മനസ്സിലായോ അല്ലേ? പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ്. എത്ര മോൾ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തേക്കുന്നത്? 2 മോൾ അല്ലേ. നമുക്കറിയാമല്ലോ, 2 മോൾ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മളോട് അടുത്തത് ചോദിച്ചേക്കുന്നത്, അനലൈസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇതേപോലെ തന്നെ നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? H2 + I2 റിവേഴ്സിബിൾ കേസ് 2HI. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ റിയാക്ടന്റ്? ഇവിടെ എത്ര
മോൾസ് ഫോം ചെയ്തിട്ടുണ്ട്. റിയാക്ടന്റ് എത്രയാണ്? എത്ര നമ്പറാണ്? 2 അല്ലേ? 2 നമ്പർ ഓഫ് മോൾസ് റിയാക്ടന്റ് ഉണ്ട്. പിന്നെ ചോദിച്ചേക്കുന്നത് വാട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എത്രയാണ്? 2HCl ഫോം ചെയ്തേക്കുന്നത് 2 തന്നെ, 2 മോൾസ്. ഓക്കെ. പിന്നെ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ പ്രഷർ എന്താണ്? There is no change in the number of moles of reactant and product. ഇവിടെ റിയാക്ടന്റിന്റെ നമ്പറും പ്രോഡക്റ്റിന്റെ നമ്പറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, രണ്ടും സെയിം ആണ്. And forward and products due to forward and backward reactions. So pressure has no effect in the reaction. അതായത് ഈ റിയാക്ഷനിൽ 2 പ്രോഡക്റ്റും ഉണ്ട്, 2 റിയാക്ടന്റും ഉണ്ടായിരുന്നു. പ്രോഡക്റ്റും റിയാക്ടന്റും സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ പ്രഷറിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചൊന്നും വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല എന്നാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഇക്വേഷൻ നമുക്ക് കാണുമ്പോഴേ അറിയാം. H2I2 2 ഉണ്ടായിരുന്നു. അതേപോലെ പ്രോഡക്റ്റ് എത്രയാണ്? 2 ഉണ്ടായിരുന്നു. 2 മോൾസ് ഉണ്ട്. ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ വ്യത്യാസമുണ്ടല്ലേ? 1 + 3 4 2 ആണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അതുപോലെ അല്ലേ ഇവിടെ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം there have no effect in this reaction. പ്രഷറിന് ഇവിടെ ഇഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരുന്നു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ? അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു പോർഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.